വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഇച്ചിരി വലിയ റെസിപ്പിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ പിള്ളേർക്ക് ബട്ടൂര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു മിക്ക കുട്ടികൾക്കും ബട്ടൂര ഇഷ്ടം, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ബട്ടൂര എപ്പോഴും വേണ്ട, നിലപ്പുഴൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇന്ന് ബട്ടൂരയുടെ കഴിക്കാൻ പോകുന്ന സാധനം സ്ഥിരം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറിയല്ല, പഞ്ചാബി ദാബ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റായി ബട്ടൂരയും ഈ ചിക്കൻ കറിയും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ വെക്കണം, എന്നാലും ഭയങ്കര ടേസ്റ്റ്. അതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബട്ടൂരയ്ക്ക് ഇച്ചിരി നേരം ഒന്ന് കുഴച്ച് വെക്കണം. അത് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കറിയിലോട്ട് തുടങ്ങാം. അത് എന്നാലേ ആ മാവ് ഒരു ഇച്ചിരി സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബട്ടൂരയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് എന്നതാ മൈദയാ ഫസ്റ്റ് വേണ്ടേ. വീട്ടിലെ അംഗങ്ങൾ എത്ര ഉണ്ടോ അതനുസരിച്ച് എടുത്തു. 2 കപ്പ് എടുത്താൽ നമുക്കൊരു 10-15 ബട്ടൂര സുന്ദരമായിട്ട് കിട്ടും. അതേപോലെ ഒരിച്ചിരി പഞ്ചസാര, അതേപോലെ ഇച്ചിരി ഉപ്പ്, അതേപോലെ ഒരു എന്താ പറയാ ഒരു 1/4 ടീസ്പൂൺ ഇച്ചിരി ഒരു ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ഏതേലും ഒന്നിട്ടാച്ചാൽ മതി. ഇത് ഒത്തിരി കൂടിപ്പോയുണ്ടല്ലോ ബട്ടൂരമാരി മഞ്ഞ നിറയിപ്പോ. ഇപ്പൊ നമ്മൾ 2 കപ്പ് മൈദ എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവ എടുക്കണേ. പിന്നെ വേണ്ടിയത് ഇതിന് വേണ്ടിയുള്ള ഒരു പുളിക്കുള്ള ഒരു ഇച്ചിരി തൈര്. ഒത്തിരി പുളിയുള്ള തൈരല്ല, ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചോ മതി. ഇനി ഇത് നമ്മളൊരു ഇച്ചിരി കൈവച്ചൊന്ന് പുട്ടിന് നനയ്ക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് നനച്ച് വെച്ച് നമ്മൾ ചെറു ചൂട് പാല് വെച്ച് വേണം ഈ ബട്ടൂരയ്ക്ക് കുഴയ്ക്കാൻ. അപ്പം നല്ല സോഫ്റ്റ് ബട്ടൂര വരും. ഈ പാത്രത്തിൽ നിന്ന് ഇച്ചിരി പാലൊഴിക്കാൻ ഇച്ചിരി പ്രയാസം. അപ്പം ഞാനൊരു തവിയിൽ എടുത്തിട്ട് ഇച്ചിരി ഒഴിച്ച് നനയ്ക്കുക. ചെറു ചൂടുണ്ടേ. ഇനിയിപ്പോൾ പാലെല്ലാം നമ്മൾ ഒത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഇട്ട് കുഴച്ചാൽ മതി. പാലാ ഞാൻ ആദ്യം പറയുന്നത്, അത് മതി. അതാ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. ഇനി ഇത് കുഴച്ച് വെച്ചിട്ട് ഒരു ശകലം എണ്ണ തിരുമ്മി വെക്കണം. അതായത് നമ്മുടെ റിഫൈൻഡ് ഓയിൽ എന്നതേലും തിരുമ്മി വെച്ചാലുണ്ടല്ലോ ഇത് മറ്റേ ഒരു എന്നാ പറയുക മയമുണ്ടാവും, മറ്റാകുമ്പോഴത്തേക്ക് ഡ്രൈ ആയി പോവും പെട്ടെന്ന്. ഇനിയിപ്പോൾ അഥവാ ഈ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തിട്ട് കുഴച്ചാലും മതി, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേച്ച് ഇനി നമ്മൾ ചിക്കനിലോട്ട് തുടങ്ങുക. ഈ ചൂട് പാലിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം സമയം പോലെ ഞാൻ ഒതുക്കിക്കോളാം. ഇനി അടുത്ത് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് ബാക്കി അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഫസ്റ്റ് ഇതിന് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം പഞ്ചാബി ദാബ എന്ന് പറഞ്ഞാൽ വേറെ എന്നതേലും എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിനകത്തുള്ള സകല ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, എത്ര ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടി മതി. ചിക്കൻ 1 കിലോ ആകുന്നതിൽ 3 ടീസ്പൂണാണ്. അപ്പോൾ ഇച്ചിരി ഇട്ടാൽ മതി. അന്നേരം ഇച്ചിരി ഉപ്പ്, എന്നിട്ട് ഈ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് മസാല കംപ്ലീറ്റ് നല്ലതായിട്ട് തിരുമ്മി ചിക്കനെ വെക്കുക. ഓക്കെ, ഇതും മാരിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതിനിപ്പോൾ എന്തായാലും ഫ്രിഡ്ജ് വെക്കണ്ട, അതിന് വേണ്ടിയുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ആ സൈഡിൽ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, ഇനി തീ കത്തിച്ചേച്ച് ഫസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് എന്താ പറയുക അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം വേണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാള വഴറ്റണം. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഇത് മിക്സിയിലൊന്ന് അരയ്ക്കും, അതാണ് ശരി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചേർക്കാൻ പോകുന്ന റിഫൈൻഡ് ഓയിലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ബട്ടർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇവർ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ബട്ടർ നല്ലോണം ഉപയോഗിക്കും. അതല്ല റിഫൈൻഡ് ഓയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അതല്ല നെയ്യാണ് ഇഷ്ടമെങ്കിൽ അതും. നമുക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് നെയ്യിലുണ്ടാക്കുന്നതാണ്. ഞാൻ അത്രയും നെയ്യിൽ പോകത്തില്ല, അതുകൊണ്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കുറച്ച് ബട്ടർ ഇടും.
ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ചേർക്കാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം, സ്പൈസസ് എല്ലാം. ഫസ്റ്റ് പട്ടയുടെ ഒരു ഇല മതി, ഒരുപാട് വേണ്ട. ഓക്കെ, പട്ടയുടെ ഒരു ഇല ഇട്ടുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ കണക്കാക്കിക്കോ ജീരകം. പട്ട ഒരു ചെറിയ കഷ്ണം, അത് ഈ വണ്ണം കൂടിയതാന്നേ നോക്കിയേച്ച് വേണം ഇടാനേ. ഒരു ചെറിയ കഷ്ണം ഇട്ടാച്ചാൽ മതി. ഏലക്ക ഒരു 3-4 എണ്ണം. ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം. ഇതൊന്ന് പൊട്ടി ആവുമ്പത്തേക്ക് നമുക്ക് ഈ സവാള ഇതിനകത്തോട്ടിടാം. 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു മുഴുത്ത സവാള 2 എണ്ണം ആവാമേ. ഇതിന്റെ കൂട്ടത്തില് ഞാൻ ആ പച്ചമുളകും കൂടി ഇടുവാണേ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അതിടാം. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്നും ആയില്ലേ, എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് നമ്മൾ ചിക്കനെ പുരട്ടി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വേണം രണ്ടാമത് ചേർക്കാൻ. ആദ്യം ഇങ്ങനെ തനിയെ ഈ കറി തന്നെ ചെയ്ത് നോക്ക്. അന്നേച്ചാൽ അത് അതിനകത്ത് എന്നതേലും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വല്ല ഏറ്റക്കുറച്ചിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ചെയ്തേച്ചാൽ മതി. ഇതും ഒരു ഇച്ചിരി ഒന്ന് വഴന്നല്ലോ, അന്നേരത്തേക്ക് ഞാൻ വേണ്ടേ നമ്മുടെ തക്കാളി ഇടുക. തക്കാളി ഒരു 3 എണ്ണം, ഒരു ചെറിയ സൈസ്. ഇത് ഒരു ഇച്ചിരി വാടിയാ മതി. ഓക്കെ, ഇത്രയും മാത്രം മതി ഇത്. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്തേച്ച് ഇതൊന്ന് മിക്സിയിൽ അരയ്ക്കണം. പക്ഷെ ചൂടാറാതെ അരച്ചാൽ എൻ്റെ അടുക്കളയുടെ കോലം മാറും. അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് ആറിയേച്ച് ഞാനിതൊന്ന് അരയ്ക്കാൻ പോവാ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ഒന്നും അല്ല, ഒരു ഇച്ചിരി അരഞ്ഞേച്ചാൽ മതി. അത് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കറക്കുമ്പോഴത്തേക്ക് അത് എല്ലാം ഒന്നും അരയത്തില്ല, പക്ഷെ എന്നാൽ കുറച്ചൊക്കെ അരയുകയും ചെയ്യും. മതി, അത്രയും അരഞ്ഞേച്ചാൽ മതി. സ്മൂത്ത് പേസ്റ്റ് ആക്കണമെങ്കിൽ ആക്കാൻ കുഴപ്പമില്ല. ഇനി ഈ അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇച്ചിരി റിഫൈൻഡ് ഓയിൽ ഒഴിക്കാൻ പോവാ. അതിൻ്റെ കൂടെ ഇച്ചിരി ബട്ടർ ഇടണമെങ്കിൽ ഇടാം. ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് ഈ പൊടികളായിടുന്നത്, അതുകൊണ്ട് എന്നാ വെച്ചാൽ തീ ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ചിക്കനിൽ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഇടാം, ഒരു ഫുൾ. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ചിക്കനെ പുരട്ടിയിട്ടുണ്ട്. ഒരു ഇച്ചിരി ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി. മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു വലിയ സ്പൂൺ. ഇനി ഗരം മസാല 1 ടീസ്പൂൺ. ഇത് ടേബിൾ സ്പൂൺ എടുക്കുന്നത്, മറ്റേതാകുമ്പോൾ ടീസ്പൂൺ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതി. കുറച്ച് ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒത്തിരി എണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എന്നാ പറയാ, അവർക്ക് ബേസിക്കലി നല്ല എണ്ണ വേണം, കടുക് എണ്ണ അതൊക്കെ ചേർക്കും. നമുക്ക് പക്ഷെ അത് പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല. ആ ചേർക്കുന്ന എണ്ണയില്ലേ, ആ എണ്ണയെ കിടന്ന് വേണം ഈ ചിക്കൻ ഒന്ന് മുരിയാനായിട്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചേർത്തിരിക്കുന്ന എണ്ണ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചിക്കൻ അത്രയും അങ്ങോട്ട് മുരിഞ്ഞ് വരികയല്ല. അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരു ഇച്ചിരി എണ്ണയെ ഒഴിച്ച് ഇച്ചിരി ബട്ടറും കൂടി ഇടാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഒത്തിരി എണ്ണയും ബട്ടറും എല്ലാം കൂടെ കൂടിയ ഒരു സാധനമാണ്. ബേസിക്കലി അവരുണ്ടാക്കുന്ന കറി എല്ലാം ഇത്ര ആന്നു, അല്ലെങ്കിൽ അതിന്റെ സ്വാദ് വരികയല്ല. ഞാൻ പറഞ്ഞില്ല, അതിന്റെ സ്വാദൊന്ന് അറിഞ്ഞേച്ച് നമ്മൾ മാറ്റി ചെയ്താൽ മതി. കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ കറിയുടെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അതാണ് അതിന്റെ ആ പരുവം. തീ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് ഞാൻ ഇച്ചിരി ബട്ടർ കൂടി ഇടുവാണ്. ആ എണ്ണയിലും ബട്ടറിനകത്തും ഒക്കെ കിടന്നാണ് ഈ ചിക്കൻ ഒന്ന് മുരിയണ്ടേ. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു ഇച്ചിരി നേരം മുരിഞ്ഞേച്ചാൽ മതി. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി മണം വരാനായിട്ട്
കുറച്ച് കസൂരി മേത്തി, മസാല ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് മൊരിഞ്ഞേ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഈ മസാല ഇതിനകത്തോട്ട് ചേർക്കുക. നേരത്തെ നമ്മൾ വഴറ്റിയിട്ട് അരയ്ക്കാൻ കൊണ്ടുപോയില്ലേ, ആ മസാലയാണ്. ചിക്കൻ വെന്തിട്ടില്ല, ചിക്കൻ ഇനി വേവണം. ഞാനിതൊന്ന് കൊണ്ടുപോയി സെക്കൻഡ് അടുക്കളയിൽ വെച്ച് വേവാൻ വെച്ചേച്ച് ബട്ടൂരയുടെ ചീനച്ചട്ടിയായിട്ട് തിരിച്ചു വരാം. ചിക്കൻ വേവാൻ വെച്ചു. ഇനി നമുക്ക് കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം പരത്താൻ തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, എണ്ണ ചൂട് പോയി കഴിഞ്ഞാൽ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ബ്രൗൺ കളറായിട്ട് നല്ലതായിട്ട് വരണ്ടേ, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ എണ്ണ നല്ല ചൂടാവണം. ബട്ടൂര ഉണ്ടാക്കാൻ എടുക്കുന്ന എണ്ണ നമ്മൾ ചിലർ ഡാൽഡയിൽ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഏറ്റവും നല്ലത്. അല്ലാതെ വെളിച്ചെണ്ണയിലൊക്കത്തില്ല. പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഡാൽഡ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അത് മാത്രമല്ല, എണ്ണ നിറച്ചു വേണം. ബട്ടൂര ഇങ്ങനെ മുങ്ങിക്കിടന്നാലേ എന്നാ പറയുക, നല്ലതായിട്ട് മുരിഞ്ഞൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഈ കുപ്പിയിലുള്ളത് മൊത്തം ഞാനങ്ങ് ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. മാവ് നല്ല സോഫ്റ്റാ. ബട്ടൂര നമ്മൾ ഹോട്ടൽസിലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് മുഴുത്ത ബട്ടൂരയാണ് കിട്ടുന്നത്. പക്ഷെ എൻ്റെ ചീനച്ചട്ടി ഒരു ഇച്ചിരി ചെറുതാ, അന്നേരം അത്രയും മുഴുത്തത് ഉണ്ടാക്കാനൊക്കത്തില്ല. ഈ ചീനച്ചട്ടിയിൽ ഒതുങ്ങുന്ന ബട്ടൂരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ബട്ടൂര പരത്തുമ്പം ഒത്തിരി അങ്ങ് മെലിയിച്ച് പരത്തണ്ട, കുറച്ചൊരു കട്ടിയിട്ട് പരത്തണം, എന്നാലേ അത് പൊങ്ങി വരത്തുള്ളൂ. ഓക്കെ, ആദ്യം ഇത്ര ഉണ്ടാക്കട്ടെ. ശരിക്കും ബട്ടൂരയൊക്കെ ചൂടോടെ കഴിക്കണം, എന്നാൽ അതിന്റെ ടേസ്റ്റ്. ഇതിപ്പോ നമുക്ക് അന്നേരം ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കുകയില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഈ കുഴച്ച മാവിന്റെ പാത്രത്തിലോട്ട് തന്നെ എണ്ണത്തിനായി ബട്ടൂര ചുട്ടു വെച്ചേന്ന്. ബട്ടൂര നമ്മൾ വറുത്തെടുക്കുന്ന എണ്ണയിലാണ്. അന്നേരം എണ്ണ പെട്ടെന്നൊന്ന് പോവാനായിട്ട് ഞാൻ അതിനകത്തോട്ടൊന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. മിക്കവരും അങ്ങനെയാന്നാ തോന്നുന്നത്, പെട്ടെന്ന് സഡനായിട്ട് ഇങ്ങനെയാ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ അതിന്റെ എണ്ണയൊന്ന് കുറച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇനി ഇത് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കാം. ഇന്ന് ഗസ്റ്റ് വരാൻ പോകുന്ന ആരാന്നറിയോ? എനിക്കുള്ള പരിചയത്തെക്കാട്ടിലും കൂടുതലും നമ്മുടെ പ്രേക്ഷകർക്കാർക്കും അവരെ ഏറ്റവും കൂടുതൽ പരിചയം. എനിക്ക് എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഒരാളുടെ ഫാൻ ഞാൻ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് ആരാ ഏതാന്നല്ലേ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടേച്ചാൽ മതി. നോക്കട്ടെ.